Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് വരുന്ന ആഴ്ചയിലേക്ക് നോക്കാൻ പറ്റിയ ഒരു 2-3 സ്വിങ്ങിന് പറ്റിയ സ്റ്റോക്കുകൾ നമുക്ക് ചാർട്ടിൽ പോയിട്ട് അനലൈസ് ചെയ്യാം. കൂടാതെ നമുക്ക് നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടുകൾ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ടെക്നിക്കലി മാർക്കറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ചാർട്ടിൽ പോയിട്ട് നോക്കാം. കൂടുതലും നമ്മൾ സ്മോൾ ക്യാപ്പ് നിഫ്റ്റി 2 ചാർട്ടുകളാണ് നമ്മൾ നോക്കാറ് കൂടുതലായിട്ട്. കാരണം നമ്മൾ പറയുന്ന സ്റ്റോക്കുകൾ കൂടുതലും സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളാണ്. അപ്പോൾ നമ്മളെപ്പോഴും സ്മോൾ ക്യാപ്പിൻ്റെ ഇൻഡെക്സ് നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും ആ ഒരു സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിൽ നമ്മൾ എല്ലാ ദിവസവും അനലൈസ് ചെയ്യാറുണ്ട്. കാരണം ആ ഒരു സ്റ്റോക്കിൽ എടുക്കുമ്പോൾ ആ ഒരു ഇൻഡെക്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് കൂടി നോക്കിയിട്ട് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നല്ല ഒരു വിന്നിങ് പ്രോബിലിറ്റി കുറച്ച് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഫോളോ ചെയ്യുന്നത്. നമുക്ക് അതിന് നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റി കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു മൈനസ് ക്ലോസിംഗ് ആണ്. 24,600 മുകളിൽ കുറേ നാൾ സസ്റ്റെയിൻ ചെയ്തെങ്കിലും പിന്നെയും അതിന് താഴെയാണ് നമ്മൾ ക്ലോസ് ചെയ്തത്. പക്ഷെ ഓവർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ നമുക്ക് ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. ആ റേഞ്ചിൽ തന്നെ നിഫ്റ്റി ഇപ്പോൾ കടന്നിട്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഇതാണ് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ദിവസം ചെറിയൊരു ക്ലോസിങ് നെഗറ്റിവിറ്റി ആണെങ്കിലും പക്ഷേ ഈ 2 റെഡ് ക്യാനിലാണെങ്കിലും ഈ താഴ്ത്തുന്ന ലെവൽ നല്ലൊരു ബൈയിങ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു നല്ലൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് മാർക്കറ്റായിട്ട് തന്നെ കുറച്ച് ദിവസം നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്മോൾ ക്യാപ്പ് നല്ലൊരു ഓൾ ടൈം ഹൈനോട് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ബ്രേക്ക് ചെയ്തു. 2-3 ദിവസം ആ റേഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും നമുക്ക് സ്മോൾ ക്യാപ്പിൽ ഇനിയിപ്പോൾ വരുന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ടൈം ഹൈ റേഞ്ച് ആയിരിക്കും സപ്പോർട്ടായിട്ട് എടുക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ആ ഒരു ഹൈ ഏതുവരെ പോകുമെന്ന് നമുക്കറിയില്ല. നമുക്ക് ഏകദേശം ഒന്ന് വെയിറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ നമുക്ക് സ്മോൾ ക്യാപ്പ് നല്ലൊരു ബുള്ളിഷായിട്ട് നമുക്ക് കാണാറുണ്ട്. നമ്മൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് പറയുന്നതാണ് നിഫ്റ്റിനേക്കാളും സ്മോൾ ക്യാപ്പ് കുറച്ചുകൂടി സ്ട്രെങ്ത് ആണ് എന്നുള്ളത്. ഇപ്പോൾ നമുക്കത് ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കാകുമ്പോൾ അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതും ഇപ്പോൾ സ്മോൾ ക്യാപ്പ് എവിടെ എത്തി എന്നുള്ളതും. അപ്പോൾ നമുക്ക് ആ ഒരു ടെക്നിക്കലി ചില ആളുകൾക്കൊന്നും വർക്കാവില്ല എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് നന്നായിട്ട് വർക്കാവുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് പഠിക്കാനും ചാർട്ടിലൊക്കെ അനലൈസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ആഴ്ചത്തേക്ക് നോക്കാൻ പറ്റിയ 2-3 സ്റ്റോക്കുകൾ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ആണെങ്കിലും സ്മോൾ ക്യാപ്പ് ആണെങ്കിലും ബുള്ളിഷായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ വരുന്ന ആഴ്ചയിൽ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും പുതിയതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. നമുക്ക് 2-3 സ്റ്റോക്കുകൾ നോക്കാം. ആദ്യത്തെ ഒരു സ്റ്റോക്ക് മറൈൻ എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. മറൈൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു മൂവ്മെന്റ് തരുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ 336 രൂപയിൽ കഴിഞ്ഞ ദിവസം 4% ഒരു മൂവ്മെന്റ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. സ്റ്റോക്കിന്റെ ഒരു വീക്ക്ലി ചാർട്ട് എടുക്കാം. വീക്ക്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് 2024 ജൂലൈയിൽ ഈ റേഞ്ചിലോട്ട് വന്ന ഒരു സ്റ്റോക്കാണ്. അതിനുശേഷം വീണ്ടും അതേ വർഷം തന്നെ ഡിസംബറിൽ ആ റേഞ്ചിലോട്ട് വന്നു. അതിനുശേഷം വീണ്ടും 2026 2 വർഷം ഏകദേശം 2 വർഷം ആയിട്ടില്ല. 2024 അതെ ഒരു 2026 2 വർഷത്തോളം ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വീക്കിലി ക്യാൻഡിൽ നല്ലൊരു ക്ലോസിംഗ് ആ റേഞ്ചിന്റെ മുകളിൽ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വോളിയം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. വോളിയം അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ലൊരു വീക്കിലി ക്യാൻഡിലും അതുപോലെ തന്നെ നല്ലൊരു വോളിയം നമുക്ക് ഇവിടെ ബിൽഡപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ റേഞ്ചിന്റെ മുകളിൽ ഒരു ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം വീണ്ടും ഡെയിലി ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ ഒരു 2, 4, 6 ദിവസമായിട്ട് നല്ല ഗ്രീനിൽ നല്ലൊരു ബൈയിങ് ഒരു സ്റ്റോക്കിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ റേഞ്ചിൽ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. നമ്മളൊരിക്കലും ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാനൊക്കെ ഈ സ്റ്റോക്കുകൾ യൂസ് ചെയ്യാം. നമ്മുടെ ടെക്നിക്കലി നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ എവിടെ വെക്കേണ്ടത് എന്നുള്ളതും ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ഇപ്പോൾ ആഡ് ചെയ്യാം, ചെറിയൊരു പാർട്ട് ആഡ് ചെയ്യാം. അതല്ല കുറച്ച് മേലോട്ട് പോയി ചിലപ്പോൾ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞ് സ്റ്റോക്ക് ഈ റേഞ്ചിലോട്ടൊക്കെ വന്ന് വീണ്ടും റീടെസ്റ്റ് എടുത്ത് മേലോട്ട് പോകുമ്പോൾ വേണമെങ്കിൽ ആ രീതിയിലും എൻട്രി എടുക്കാം. അപ്പോൾ 2 രീതിയിൽ ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വാച്ച് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് മറയുന്ന ഒരു സ്റ്റോക്ക്. അതുപോലെ ഇതിൻ്റെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്തിട്ട് അവിടെ ചോദിക്കാവുന്നതാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾ അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചാനലിലോട്ട് വരുന്നതാണ്. ഒരു പബ്ലിക് ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ സംശയം ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാനും നിങ്ങൾക്ക് സാധിക്കും. പ്രൈവറ്റ് ഗ്രൂപ്പ് അല്ല.
രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് ട്രാവൽ ഫുഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു മൂവ്മെന്റ് തന്നൊരു സ്റ്റോക്കാണ്. ഇത് നമ്മൾ ലോ ലെവലിൽ പറഞ്ഞ സ്റ്റോക്കാണ്. ഏകദേശം ഈ റേഞ്ചിൽ 1000 സംതിങ് ഉള്ളപ്പോൾ നമ്മുടെ പ്രൈവറ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നമ്മുടെ ഓൾ ടൈം ഹൈനോട് അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി ആണെങ്കിൽ നമുക്ക് നോക്കാം. നമുക്കൊരു IPO ബ്രേക്ക് ഔട്ട് പോലെ തന്നെ നമുക്ക് നോക്കാം. കാരണം IPO കഴിഞ്ഞ സ്റ്റോക്ക് താഴത്തോട്ട് പോയി മേലോട്ട് പോയി പിന്നെ താഴത്തോട്ട് വന്നിട്ട് പിന്നെ നല്ലൊരു മൂവ്മെന്റ് തന്നെങ്കിലും പിന്നെ ഒരുപാട് നാള് സ്റ്റോക്ക് താഴെ ആ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വീണ്ടും സ്റ്റോക്ക് ആ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി വോളിയൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു വോളിയം. അതുപോലെ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി വേണമെങ്കിൽ ഒരു 1443 എബോ ഒക്കെ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി നോക്കാം. ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ ഒരു സ്റ്റോക്ക്. നമുക്ക് മൂന്നാമത്തെ സ്റ്റോക്ക് PGLEL എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. PG ഇലക്ട്രോ പ്ലസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഒരു 3% മൂവ്മെന്റ് ഉണ്ടായിരുന്നു. 630 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ഒരു റിസൾട്ട് സമയത്ത് നല്ലൊരു ഫോൾ വന്നൊരു സ്റ്റോക്കാണ്. ശേഷം സ്റ്റോക്ക് ആ ഒരു ഫോൾ ഇതുവരെ റിക്കവർ ആയിട്ടില്ല എന്ന് തന്നെ പറയാം. നല്ലൊരു ഫോൾ വന്നിട്ട് ആ ഒരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിസൾട്ടൊക്കെ വന്ന് കുഴപ്പമില്ല റിസൾട്ടാണ്. പക്ഷേ സ്റ്റോക്ക് ഇപ്പോഴും ആ റേഞ്ചിൽ തന്നെയാണ്. നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഈ ഒരു സ്റ്റോക്കിലേക്ക് ഒരു എൻട്രി നമുക്ക് പോസിബിൾ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 642 എബോ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റി ആടിയുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഓൾറെഡി ലോ ലെവൽ പോയ ഒരു സ്റ്റോക്കാണ്. അതിനുശേഷം വീണ്ടും റിക്കവർ ആവുന്ന ഒരു സ്റ്റോക്കാണ്. അങ്ങനെ ലോവിൽ ഇപ്പോൾ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. അതിന് ശേഷം വീണ്ടും താഴത്തോട്ട് വരികയാണെങ്കിൽ വീണ്ടും കുറച്ച് ക്വാണ്ടിറ്റി വേണം. ഈ ലെവലിലൊക്കെ വേണമെങ്കിൽ വന്ന് ആഡ് ചെയ്യാൻ ഒരു 470 റേഞ്ചിലൊക്കെ വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് PGEL എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. അപ്പോൾ ഈ ഒരു 3 സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് നോക്കാം. നമ്മുടെ ഇതിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും, അതായത് ഷോർട്ട് ടൈമിലേക്ക് എൻട്രി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ വേണമെങ്കിൽ നോക്കാൻ പറ്റിയ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ്. നമ്മൾ പറയുന്ന സ്റ്റോക്കുകളെല്ലാം ടാർഗറ്റ് അടിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചില സ്റ്റോക്കുകൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. പക്ഷേ നമ്മൾ ലോസ് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റാണ്. ചില ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും എക്സിറ്റ് ചെയ്യാണ്ട് ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെ ഹോൾഡ് ചെയ്യരുത്. നമ്മൾ ഷോർട്ട് ടൈം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഷോർട്ട് ടൈം ആണോ മിഡ് ടൈം ആണോ ലോങ് ടൈം ആണോ എന്നുള്ളൊരു വ്യൂവിൽ മാത്രം നമ്മൾ എൻട്രി എടുക്കാൻ ശ്രമിക്കാം. ഷോർട്ട് ടൈം ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ആവുക, ഇറങ്ങുക. പിന്നെ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. മിഡ് ടൈം ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. വീണ്ടും താഴത്തോട്ട് വരികയാണെങ്കിൽ വീണ്ടും രണ്ടാമത്തെ പാർട്ട് ആഡ് ചെയ്യുക. പിന്നെയും നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അതൊന്ന് എക്സിറ്റ് ചെയ്യാം. ലോങ് ടൈം ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു 1 ഇയർ പ്ലസ് ഒക്കെ ഹോൾഡ് ചെയ്യുക. അതും ഇതുപോലെ ചെറിയ പാർട്ടായിട്ട് നമ്മൾ SIP പോലെ തന്നെ സ്റ്റോക്കുകളിലും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ റിട്ടേൺ കിട്ടും. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ SIP ചെയ്യുന്ന പോലെ നമുക്ക് സ്റ്റോക്കിലും SIP ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ലൊരു സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിനേക്കാൾ നല്ല റിട്ടേൺ ചില സ്റ്റോക്കുകൾ നമുക്ക് കിട്ടും. ചില സ്റ്റോക്കുകൾ ചിലപ്പോൾ ഒരു വർഷം ചിലപ്പോൾ മൂവ് ചെയ്യാൻ 30% ചിലപ്പോൾ ഒരു 5 വർഷത്തിൽ മൂവ് ചെയ്യാൻ ചിലപ്പോൾ 30-40% ആയിരിക്കും. പക്ഷെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു 60% ഒക്കെ റിട്ടേൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു 3 സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നോക്കുക. അപ്പോൾ നിഫ്റ്റി ആണ്, സ്മോൾ ക്യാപ്പാണ്, സ്ട്രെങ്ത് കാണുന്നുണ്ട്. നെഗറ്റീവാണ് ക്ലോസ് ചെയ്തെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഓവറോൾ നമുക്ക് മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റ് ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ ക്രൂഡ് ഓയിലൊക്കെ ആണെങ്കിലും നല്ല താഴത്തോട്ട് നന്നായിട്ട് വീണിട്ടുണ്ട്. വേറെ എല്ലാം മാർക്കറ്റുകൾ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്മോൾ ക്യാപ്പും നിഫ്റ്റി അതുപോലെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇരിക്കാം. ഓക്കെ, നമുക്ക് തിങ്കളാഴ്ച നമുക്ക് നാളെ പുതിയൊരു സ്റ്റോക്കായിട്ട് നമുക്ക് നാളെ കാണാം. നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ ഓരോ സ്റ്റോക്കുകളെ കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട്. ഓരോ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്തിട്ട് വീക്കെൻഡിൽ നമ്മൾ ഒരു 2-3 സ്റ്റോക്കുകളൊക്കെ എടുത്ത് അനലൈസ് ചെയ്തിട്ടിടും ഒരാഴ്ചത്തേക്കുള്ളത്. കൂടാണ്ട് നമ്മൾ എല്ലാ ദിവസവും ഓരോ സ്റ്റോക്കുകൾ ഇടാറുണ്ട്. മാർക്കറ്റ് വളരെ വീക്കാകുമ്പോൾ നമ്മളിങ്ങനെ ഇടാറില്ല, അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.